ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായ സാമ്പാർ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഏകദേശം 100 ഗ്രാം പരിപ്പ്. ഇനി ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 ചെറിയ ഉള്ളിയുണ്ട്. അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് 5 വിസിൽ വരുന്നത് വരെ സ്റ്റൗ ഓണാക്കി വയ്ക്കാം. 5 വിസിൽ വന്നതിന് ശേഷം തണുത്തതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടി കേൾപ്പിക്കാം. ഈ സമയം നമുക്ക് പച്ചക്കറി അരിഞ്ഞെടുക്കാം. കഴുകി വൃത്തിയാക്കിയ പച്ചക്കറി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് തവി വെച്ച് ഉടച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയും കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, വെള്ളരിക്ക, പടവലങ്ങ, ചീനമരയ്ക്ക, പച്ചമുളക്, കത്തിരിക്ക, വെണ്ടയ്ക്ക, തക്കാളി, ഇത്രയും പച്ചക്കറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചേമ്പുകിഴങ്ങ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇത്രയും പച്ചക്കറി ഇല്ലെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. വെണ്ടയ്ക്കയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു തക്കാളിയും കൂടി ഇട്ടും സാമ്പാർ ഉണ്ടാക്കാം. ചേന, ഏത്തങ്ക ഇതൊന്നും നമ്മൾ സാമ്പാറിൽ ഇടാറില്ല. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി സ്റ്റൗ ഓണാക്കി ഒരു വിസിൽ വരുന്നത് വരെ വെച്ച് കൊടുക്കാം. കൂടുതൽ വിസിൽ കേൾക്കരുത്. ഒറ്റ വിസിൽ തന്നെ പച്ചക്കറി വെന്തു പോവും. ഈ സമയം നമുക്കതിനുള്ള കൂട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് സ്റ്റൗ ഓണാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. നമ്മൾ പൊടികൾ വറുക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പം നമ്മുടെ പച്ചക്കറി വിസിൽ വരുന്നുണ്ട്. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് തുറന്നു നോക്കാം. പച്ചക്കറി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇളക്കി കൊടുക്കരുത്, പച്ചക്കറിയെല്ലാം ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. കായം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ മുളക്, മല്ലി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. വെള്ളമൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. വെള്ളം കൂടുതൽ വേണമെങ്കിൽ ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം. ഇപ്പം നമുക്ക് ഉപ്പും പുളിയെല്ലാം നോക്കാം. കുറവാണെങ്കിൽ പുളി ഒഴിച്ചു കൊടുക്കാം, ഉപ്പും ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കൊടുക്കാം. സാമ്പാറിൽ ചെറിയ ഉള്ളി ചേർത്ത് വറുക്കുന്നത് ടേസ്റ്റ് കൂടും. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 2-3 വറ്റൽ മുളകും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കടുക് താളിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
സാമ്പാർ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി കടുക് താളിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ രുചികരമായ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഊണ്, ചോറ്, ദോശ, ഇഡലി എന്നിവയോടൊപ്പം വിളമ്പാൻ പറ്റിയ ഒരു കറിയാണ്. താങ്ക് യു.